ഹലോ, ഗുഡ് മോർണിംഗ്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് ചുക്കുട്ടിച്ചീര. ചുക്കുട്ടിച്ചീര എല്ലാവർക്കും അറിയുമോയെന്ന് അറിയത്തില്ല. അട്ടപ്പാടിയിലൊക്കെ ഇഷ്ടംപോലെ ഉള്ളതാണ്. എൻ്റെ ചേച്ചി വന്നപ്പം വരുവാന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി വരുവാണ്, ചുക്കുട്ടിച്ചീര പറിച്ചുകൊണ്ട് വരണം കേട്ടോ പറഞ്ഞു. അപ്പോൾ ചേച്ചി പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്. ചേച്ചി വന്നപ്പോൾ പറിച്ചുകൊണ്ട് വന്നതാണ്. നല്ല സാധനം ഇത്. ചെറിയൊരു കയ്പ്പൊക്കെ ഉണ്ട്, എന്നാലും കയ്പ്പുണ്ടെങ്കിൽ എനിക്ക് തേങ്ങ കൂടുതലിട്ടിട്ട് ഇത് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്, നല്ല രുചി. വേറൊരു കറിയും വേണ്ട. ഇത് ഔഷധ ഗുണമുള്ളൊരു ചീരയായത്, നല്ല ചീര. ഇത് എവിടെയെങ്കിലും കിട്ടിയാൽ ആരും ഇത് മേടിക്കാതെ പോകരുത്. ഇത് മേടിച്ച് വേറെ ഏത് ചീര മേടിച്ചില്ലെങ്കിലും ഇത് മേടിച്ചോണം കേട്ടോ. പിന്നെ ഇതെന്താണെന്ന് മനസ്സിലായില്ലേ? കാപ്പിക്കുരു. കാപ്പിക്കുരു ചേച്ചി വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ കാപ്പിക്കുരുവിൻ്റെ കഥ. ചേച്ചി അവർ പറിച്ചപ്പോൾ പച്ച കൊണ്ടുവന്നു. വണ്ടി സ്കൂട്ടി ഉള്ളതുകൊണ്ട് അതിൽ വെച്ച് കൊണ്ടുവന്നു. അത് ടെറസ് ഉണ്ടല്ലോ എനിക്ക്, അപ്പോൾ ടെറസിലിട്ട് ഉണക്കാമെന്ന് വിചാരിച്ചു. നീ അങ്ങനെ ചെയ്തോളാൻ പറഞ്ഞു, അങ്ങനെ കൊണ്ടുവന്നു. പിന്നെ ഇതെന്താണ്? സ്വീറ്റ് കോൺ. ഇതും എനിക്കിഷ്ടമുള്ള സാധനമാണെന്ന് അറിയാണ്ട് ചേച്ചി വന്നപ്പം അതും മേടിച്ചുകൊണ്ട് വന്നു. നല്ല ചോളമാണ്, പച്ചയ്ക്ക് തിന്നാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് കടല. നല്ല വലിയ കടലയാട്ടോ, നല്ല രുചിയാണ്. പച്ചയ്ക്ക് പുഴുങ്ങാം, വറക്കാം ഒക്കെ ചെയ്യാം. നല്ല രുചിയാണിത്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വൈകുന്നേരത്തേന് എന്തെങ്കിലും ചെയ്യാം. പക്ഷേ ഞാനത് ചെയ്ത് വന്നപ്പോഴേക്കും വൈകുന്നേരമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനത് എന്തായാലും തുടങ്ങിയില്ല ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാനത് സ്വീറ്റ് കോൺ പൊളിച്ചിട്ട് അതിങ്ങനെ അടത്തി വെച്ചു. അതിന് ശേഷം ഞാൻ കടലയെടുത്തു. കടലയും ഞങ്ങൾ മുഴുവനിരുന്ന് പൊളിച്ചു. പണിയായിരുന്നു. മുഴുവനിരുന്ന് പൊളിച്ചിട്ട് മുഴുവനല്ല, കുറച്ച് പൊളിച്ച് ഈ കടലയും ഈ സ്വീറ്റ് കോണും കൂടെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ സ്വീറ്റ് കോണ് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഞാൻ ആവി കയറ്റി. സ്വീറ്റ് കോണ് ഇതുണ്ടോ, ഇത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ പറയുകയാണ്. കണ്ടോ, ആ കടല പൊളിച്ചപ്പം 4 മണി കിട്ടി. 4 മണി കിട്ടിയെന്ന് പറഞ്ഞാൽ മിക്കതിനും ഉണ്ട് 4 മണി. നല്ല വലിയ കടലയായിരുന്നു. അപ്പോൾ പറഞ്ഞ പോലെ ഈ സ്വീറ്റ് കോണ് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റി. കടല ഞാൻ കുക്കറിൽ വെച്ച് വേവിച്ച് ഒരിച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ വന്നു. 2 വിസിൽ വന്നിട്ട് ഉപ്പും കൂടെ ഇട്ട്, ചെറിയ ഉപ്പേ ഇട്ടുള്ളൂ കേട്ടോ. സ്വീറ്റ് കോണിൻ്റെ കൂടെ നമ്മൾ കഴിക്കേണ്ടതുകൊണ്ട് ചെറിയ ഉപ്പേ ഇട്ടുള്ളൂ. പിന്നെ നാരങ്ങ ഉണ്ടാക്കി. പിന്നെ മോള് കിഴങ്ങും വറുത്തു. അങ്ങനെ ഞങ്ങൾ ചൂടല്ലേ, അതുകൊണ്ടാട്ടോ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയത്. അപ്പം ഞങ്ങൾ അങ്ങനെ ഇരുന്ന് കഴിച്ചു. മകനും കളിക്കാനൊക്കെ പപ്പ എല്ലാവരും കൂടെ അവളെ വീഡിയോ വിളിച്ചപ്പോൾ അവളങ്ങോട്ട് തിരിഞ്ഞിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഞങ്ങളിത് രാത്രിയിലാണ് കഴിച്ചേ. രാത്രിയിലാണ് ഞങ്ങൾക്ക് കഴിക്കാൻ ടൈമായത്. അപ്പോൾ 4 മണിക്കപ്പോൾ വേറെ പലഹാരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതങ്ങ് കഴിച്ചു. ഇതായില്ലായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് നൈറ്റിലൊക്കെ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇതിങ്ങനെ സ്വീറ്റ് കോണൊക്കെ കിട്ടുവാണെങ്കിൽ അതൊക്കെ ഉണ്ടാക്കി കഴിക്കുക. ഓക്കെ.